ആൾക്കാർ വരും. ആൾക്കാരുടെ കയ്യിൽ നിന്ന് മേടിച്ച പൈസ എല്ലാവരും തിരിച്ചു ചോദിക്കാതിരിക്കുമോ? പണിയെടുക്കാതിരുന്ന് തിന്നുമ്പോൾ ഓർക്കണമായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ പ്ലാൻ? ഈ എന്ത് ചെയ്യൂന്ന്? എന്തെങ്കിലും ചെയ്യണ്ടേ? ചെയ്തോ. തങ്കം പൈസ ഇല്ലാന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഇങ്ങോട്ടൊന്നും ഒന്നും തന്നിട്ടില്ല. എന്തായാലും ഈ നാട്ടുകാരുടെ മുഴുവൻ കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ട് നിങ്ങൾ ആർക്കൂടെ കൊടുത്ത് ഇത്ര നാളായിട്ട്? വെട്ട് ഞാൻ, നിങ്ങളുടെ കയ്യും കോലും വെട്ട് ഞാൻ. എന്തായിരുന്നു അഹങ്കാരം? 5 ലക്ഷം രൂപ അടിച്ചെന്നും പറഞ്ഞ് ഈ ആൾക്കാരെയൊക്കെ ഉടനെ പറഞ്ഞു വിട്ടോളണം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ നിങ്ങൾ എന്താണേലും ചെയ്തോ, ഞങ്ങൾക്ക് വേണ്ട. ഇവിടെ നിന്നൊന്നും എടുക്കാൻ പറ്റൂല. ഞാൻ എന്താന്ന് പറ. കുടുംബത്തൊരു കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ നന്നായി, അല്ലെങ്കിൽ പാർട്ടി ഓഫീസിൽ കാണണം. ഇതൊന്നുമില്ല. അല്ലെങ്കിൽ ആ മനുഷ്യന്റെ ദേഹത്തെങ്കിലും എന്തെങ്കിലും കാണണം. അതുമില്ല. പോകാൻ നേരത്തെ കൈ വീശി വിടുന്ന ഇറങ്ങുമ്പോ ഈ കാണുന്ന ആൾക്കാരുടെ ഇതൊക്കെ പൈസ മേടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തെന്ന്? ഇതിപ്പോ ഇത്രയും പേരെന്നൊക്കെ ഞാൻ എപ്പോ വാങ്ങിയെന്ന് എനിക്ക് പോലും അറിയില്ല. ഇതിൽ കള്ളം പറഞ്ഞിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇത് തിരിച്ചു കൊടുക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിലല്ലേ ഇവരൊക്കെ ഓർത്തു വെക്കേണ്ട കാര്യമുള്ളൂ. പറ്റിക്കാന്ന് മേടിക്കുമ്പോ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾ. എനിക്കൊന്നും അറിയണ്ട. ഇത് എത്രയും പെട്ടെന്ന് ഇതങ്ങ് തീർത്തോളണം. ചെക്കോ മക്കോ എന്താന്ന് വെച്ചാൽ കൊണ്ട് കൊടുക്ക്. ആൾക്കാർ പോകില്ല മുറ്റത്തുനിന്ന്. നീ ഒന്ന് നിർത്ത് തങ്കം. പൈസ മേടിച്ചെങ്കിൽ എനിക്കറിയാൻ കൊടുക്കാം. ഞാൻ അവർക്ക് ചെക്ക് കൊടുത്തോളാം. എൻ്റെ ചെക്കുണ്ട്. എന്തുവാ പിന്നെയും കുഴിയിലോട്ട് തള്ളിയിടുവാണോ? സാറേ, എത്രയാണ് ഓരോരുത്തർക്കും കൊടുക്കാന്നുള്ളത് നീ ചെക്ക് എഴുതിയിട്ട് ഞാൻ ഒപ്പിട്ട് തരാം. പേന ആ ബാഗ് തരൂ. പേന ഉണ്ടോ അതിനകത്ത്? ബാഗ് പേന ഉണ്ടെങ്കിൽ ഞാൻ എടുത്തു തരാം.